പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തി അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, വേദ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്ന് പറയാണ്. അപ്പം അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നും അവളെ കാണാതായതാണ്, പിന്നെ ആരും അവളെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വിക്രമത്തിന് ആകെപ്പാടെ തകർന്ന അവസ്ഥയാണ്. വിക്രം പറയാണ്, സാറിൻ്റെ മോൻ ഈ നിൽക്കുന്ന ഇവൻ തന്നെയായിരിക്കും വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ദേഷ്യല്യാണ്, നീ എന്താടാ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്യാനാ? അവൾ നിൻ്റെ കൂടെ അല്ലായിരുന്നു, അപ്പം നിനക്കല്ലേ അറിയത്തുള്ളൂ അവൾ എവിടെ ആണെന്ന്. അപ്പോഴത്തേക്ക് ശ്രീകാന്തിൻ്റെ നേരെ വിക്രം പറയാണ്, നീ എന്ത് ചതി കാണിക്കുന്നു എനിക്ക് നന്നായിട്ടറിയാം. എന്നെ കൊലയാളിയാക്കി അതിൻ്റെ പിന്നിലും നീയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുപോലെ വേദയോടുള്ളത് നിനക്കൊരു സഹോദരി സ്നേഹമൊന്നുമല്ല, അവളുടെ പേരുള്ള സ്വത്ത് മാത്രമാണ്. അതിനുവേണ്ടി നീ അവളെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വർഷ അങ്ങോട്ട് വരികയാണ്. വർഷ വന്ന് വിക്രത്തിന് നേരെ അങ്ങ് ചൂടാവുകയാണ്. എൻ്റെ അച്ഛനെ കൊന്നിട്ട് ഇപ്പോൾ ശ്രീയേട്ടൻ്റെ നേരെ വരുന്നതെന്ന് ചോദിക്കുകയാണ്. എൻ്റെ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ അച്ഛനെ കൊന്നതെന്ന് പറയാണ്. നിങ്ങളെ എന്തായാലും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം വിക്രം പറയാണ്, നിങ്ങളുടെ അച്ഛനും ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവും കൂടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഭർത്താവിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ശങ്കരൻ്റെ അടുത്ത് എന്ന് പറയാണ്, സാറേ വേദയെ കാണാനില്ല എന്ന് നിങ്ങളെല്ലാവരും പറയുന്നു. വേദ എവിടേക്കാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു എന്നിട്ടും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനാണെങ്കിൽ വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ നിൽക്കുന്ന ഇവനായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇവൻ എന്തൊക്കെ ചെയ്യത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്വത്തിന് വേണ്ടി ഇവൻ ആരെ വേണമെങ്കിലും കൊല്ലും. ഇവൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന് ഇവൻ്റെ അമ്മായിപ്പൻ ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ പോലും ഇവൻ്റെ സന്തോഷമായിരുന്നു. കാരണം ആ പേരിലും ഞാൻ ജയിലിലുള്ളിലാവുമല്ലോ, അതാണ് അവൻ്റെ സന്തോഷം. അതുകൊണ്ട് ആർക്കെന്ത് സംഭവിച്ചാലും ഇവനൊരു പ്രശ്നമില്ല, ഇവന് സ്വത്ത് മാത്രമാണ്. അതുകൊണ്ട് സാറേ ഒരു കാര്യം സാർ ഓർത്തോ, വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവനായിരിക്കും. പക്ഷെ ഞാൻ വേദയെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറയാണ്. എന്നിട്ട് ശ്രീകാന്തിൻ്റെ നേരെ വന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അത് മൊത്തം വേദയുടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വേദയെ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. മാത്രവുമല്ല നീ ഇപ്പം അനുഭവിക്കുന്ന ഈ സ്വത്തിന് വേണ്ടിയാണല്ലോ ഈ ക്രൂരതകളെല്ലാം കാണിച്ചു കൂട്ടിയതും ഈ എല്ലാവരെയും കൊന്നൊടുക്കിയതും. അത് ഞാൻ നിനക്കില്ലാതാക്കും. വേദയെ ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ നേരെ വെല്ലുവിളിച്ചിട്ടാണ് വിക്രം പോകുന്നത്. ശ്രീകാന്ത് നേരെ വർഷം എടുത്തിട്ട് വന്നിട്ട് പറയാണ്, നിൻ്റെ അച്ഛനെയും കൊന്ന് പിന്നെ എന്തിൻ്റെ ധൈര്യത്തിൽ ഇവിടെ വന്ന് നമ്മളെ വെല്ലുവിളിക്കാൻ ഇവന് ധൈര്യം വന്നത്? എന്നിട്ട് ശങ്കരൻ്റെ അടുത്ത് പറയാണ്, അച്ഛനാണോ ഇവന് അനുവാദം കൊടുത്തത് ഇവിടെ വരാനും എന്നെ നേരെ വെല്ലുവിളിക്കാനെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. സത്യം എന്നായാലും പുറത്ത് വരും. പുറത്ത് വരാതൊന്നും ഇരിക്കത്തില്ല. എൻ്റെ മോള് ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഉള്ളൂ എല്ലാവരുടെയും ഈ രാജയോഗം. അത് കഴിയുമ്പം എല്ലാം അവസാനിക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പം ശ്രീകാന്ത് ചോദിക്കുകയാണ്, അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? ശങ്കരൻ പറയാണ്, എനിക്കും വിക്രം പറഞ്ഞ പോലെ ഒരു സംശയം ഇല്ലാതില്ല. ഈ സ്വത്തിന് വേണ്ടി ആരെ എന്താ വേണമെങ്കിലും ചെയ്യും. അതുപോലെ എൻ്റെ മോളെ നീ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ വർഷയെ നോക്കിയിട്ട് പറയാണ്, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? സ്വത്തിന് വേണ്ടി ഞാൻ വേദ എന്തെങ്കിലും ചെയ്യാനോ? അവൻ വായി തോന്നിയൊക്കെ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയിട്ട് അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ശങ്കരനൊന്നും മിണ്ടുന്നില്ല. വർഷയുടെ മുന്നിലും അതേപോലെ ദർശൻ്റെ മുന്നിലും ശ്രീകാന്ത് നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പാവത്തെ പോലാണ് അവരുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുന്നത്. അവൾ തിരിച്ച് വന്ന ഉടനെ ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് സ്വത്തുക്കളെല്ലാം അവൾക്ക് കൊടുക്കും. എനിക്കെന്തിനാ ഈ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ ആരുമില്ലാതെ അനാഥമായി കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നോക്കുന്നതെന്ന് വർഷയെടുത്ത് പറയാണ്. അത് അച്ഛൻ എന്താ മനസ്സിലാവാത്തതെന്ന് വർഷയെടുത്ത് ഇങ്ങനെ പറയാണ്. അപ്പോൾ വർഷ പറയാണ്, അച്ഛൻ എപ്പോഴും വേദയുടെ കാര്യം മാത്രമല്ലേ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ആ തെമ്മാടി ഇവിടെ വന്ന് ഇത്രയും പറഞ്ഞിട്ട് പോയിട്ട് അച്ഛനൊന്നും മിണ്ടാത്തതെന്ന് പറയുകയാണ് എന്നും പറഞ്ഞു വർഷയും ദേഷ്യം അങ്ങ് പോവുകയാണ്. ശ്രീകാന്താണെങ്കിൽ ഇങ്ങനെ ക്രൂരഭാവമായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. ശ്രീകാന്തിൻ്റെ കളികളാണെന്ന് വർഷയും ദർശനമൊന്നും അറിയുന്നില്ലല്ലോ. ഈ സമയത്ത് വേദയാണെങ്കിൽ ദൂരെ ഒരു സ്ഥലത്ത് കളക്ടറായിട്ട് ജോലി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറേ പോലീസുകാരൊക്കെ നിന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാണ്. അപ്പം വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെയും വണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അയാളാണെങ്കിൽ പോലീസുകാരുമായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. എൻ്റെ കാറ് ആരും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ആരും അനുവാദം തന്നിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവർ പറയുന്നുണ്ട്, സാറേ ഇതിലേക്കൂടെ സ്വർണ്ണക്കടത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കളക്ടറിൻ്റെ ഓർഡറാണ് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യണമെന്ന്. കളക്ടർ ഓർഡർ ഇട്ടാലെന്താ എൻ്റെ വണ്ടി ചെക്ക് ചെയ്യണമെന്നുണ്ടോ? എൻ്റെ വണ്ടി ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥരും ചെക്ക് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരോട്ട് ഭയങ്കരമായിട്ട് വഴക്കുടക്കുകയാണ്. അവസാനം ഒരു പോലീസുകാരനെ അടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കളക്ടർ മാഡം അങ്ങോട്ട് വരികയാണ്. കളക്ടർ മാഡം ഭയങ്കര സ്റ്റൈലിലൊക്കെ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വേദ അങ്ങോട്ട് വരികയാണ്. വേദ അങ്ങോട്ട് വന്നിട്ട് അയാളോട്ട് വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്, അതുകൊണ്ടാണ് സാറിൻ്റെ വണ്ടിയും ചെക്ക് ചെയ്തത്. സാറിൻ്റെ വണ്ടി മാത്രം വെറുതെ അങ്ങനെ വിടാൻ പറ്റത്തില്ല, എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ അയാളുമായിട്ട് വഴക്കുണ്ടാകുന്നുണ്ട്.
അങ്ങനെ പോലീസിനെ കൊണ്ട് വേദ ആ വണ്ടി മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പം പോകാൻ നേരത്ത് ആ ബിസിനസ്സുകാരൻ പറയുന്നുണ്ട്, മാഡത്തിന് ഇതിനുള്ള പണി എന്തായാലും ഞാൻ തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അയാൾ പോയതിന് ശേഷം അവിടെ നിന്ന് ഉദ്യോഗസ്ഥനെ വഴക്ക് പറയുന്നുണ്ട്. ഈ ഒരു പോലീസുകാരനെ തല്ലിയിട്ട് താൻ നോക്കിയിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദ ഭയങ്കരമായിട്ട് ആ ഉദ്യോഗസ്ഥനെയും വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ സത്യസന്ധയും മിടുക്കിയുമായ ഒരു ഉദ്യോഗസ്ഥയാണ് വേദ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളും വേദയ്ക്കുണ്ടായിട്ടുണ്ട് ഇപ്പം. ഈ സമയത്ത് വിക്രമാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം വീട്ടിലാണെങ്കിൽ കമലമ്മ വിക്രത്തെയും കാത്തിരിക്കുകയാണ്. ഒരുപാട് നാളിന് ശേഷമാണ് കമലമ്മ വിക്രത്തെ കാണുന്നത്. വിക്രത്തെ കാണുമ്പോൾ തന്നെ ഓടിച്ചെല്ലുന്നുണ്ട്. മോനെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞ് ചെല്ലിയാണ്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിന് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കമലമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം വിഷുവും ശ്രീജയും പറഞ്ഞ് മോൻ നേരെ വേദയുടെ വീട്ടിലേക്കാണ് പോയെന്ന്. ഞാൻ നേരെ വേദയുടെ വീട്ടിലേക്കാണ് പോയത്. ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. വേദ എവിടാണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെയാ മോനെ ഈ സങ്കടവും വന്ന് ഞങ്ങൾ നിന്നോട് പറയുന്നത്? ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. വേദയുടെ അച്ഛനും കൂട്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളന്ന് താമസിച്ച് അവിടെ ആ താഴ്വാരത്തിലും അവിടുത്തെ ഹോസ്പിറ്റലിലും പിന്നെ ഗീവർഗീസിയടുത്തും മേരിയടുത്തും എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചു. ആർക്കും അറിയത്തില്ല ആ ഒരു ദുഃഖ വാർത്ത. നിന്നോട് വന്ന് ഞങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് കമലമ്മ ചോദിക്കുകയാണ്. അപ്പോൾ മാഷു അങ്ങോട്ട് വരുന്നുണ്ട്. മാഷു ആണെങ്കിൽ പറയുന്നുണ്ട്, മോനെ എങ്ങനെയാണ് ഈ കാര്യം നിന്നോട് വന്ന് പറയുന്നത്? ആ ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ടാണ് നിന്നോട് പറയാഞ്ഞത്. എല്ലായിടത്തും അന്വേഷിച്ചു മോനെ, അവളെ കണ്ടെത്തിയില്ല. അപ്പോൾ വിക്രം പറയാണ്, ഇതിൻ്റെ പിന്നിലും ആ ശ്രീകാന്തായിരിക്കും. അവൻ മാത്രമേ ഇത്രയും ദുഷ്ടത്തരം കാണിക്കത്തുള്ളൂ. അവന് ഒരിക്കലും സഹോദരി സ്നേഹമില്ലായിരുന്നു. അവന് വേദയുടെ പേരുള്ള ആ സ്വത്ത് മാത്രമാണ് അവൻ്റെ കണ്ണ്. അത് കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന് പറയാണ്. ഈ സമയത്ത് നന്ദിനി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ വിക്രത്തെ കാണുമ്പോൾ ഉടനെ വിക്രം പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അത് ശരിയാ, വേണമെങ്കിൽ ചിലപ്പോൾ വേദയെ കൊന്നു വേണമെങ്കിലും കളഞ്ഞു കാണും. ആർക്കറിയാം, ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ വേദ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്? ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പോൾ മാഷ് പറയണം, ഒന്നും മിണ്ടായിരിക്കും നന്ദിനി, ആവശ്യമില്ലാത്ത കാര്യം പറയാം. നിനക്ക് നല്ല മിടുക്കാണല്ലോ. അവൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴേ അവനെ വേദനിപ്പിച്ച് തുടങ്ങണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, സത്യസന്ധമായ കാര്യം പറഞ്ഞതാ. അറിയാലോ വിക്രത്തിന് അവൻ്റെ ചേട്ടൻ്റെ സ്വഭാവം. സ്വത്തിന് വേണ്ടി അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രത്തിന് നല്ല സങ്കടമാകുന്നുണ്ട്. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, വാ മോനെ, നീ വന്ന് കുളിച്ച് ആഹാരമൊക്കെ കഴിക്കുക. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വേദയെ കണ്ടുപിടിക്കും അമ്മേ. ഞാനാണെങ്കിൽ ഉടനെ തന്നെ ചേച്ചിയെടുത്ത് ഗീവർഗീസ് ചേട്ടൻ്റെ അടുത്തു നിന്നും പോകുന്നുണ്ട്. അവിടുന്ന് തുടങ്ങണം വേദയെക്കുറിച്ചുള്ള കാര്യം അന്വേഷിക്കാൻ. എനിക്ക് വേദയെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, നമുക്ക് കണ്ടുപിടിക്കാം. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ നിനക്ക് അവളെ കണ്ടെത്താൻ പറ്റും. നിൻ്റെ കൂടെ എല്ലാത്തിനും ഞങ്ങളുണ്ട് എന്ന് പറയുകയാണ്. നീ എന്തായാലും കുളിച്ച് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വേദ എങ്ങനായാലും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ വിക്രവും എല്ലാവരും കൂടെ വേദയെ കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ സമയത്ത് വേദയ്ക്കും വിക്രത്തും കൂടെ ഒരു മിടുക്കി മോളാണ് ഉണ്ടാവുന്നത്. വേദയുടെ മോളാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് ആയയാണെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ വേറൊരു കുട്ടിയും അമ്മയും അവരുടെ അച്ഛനും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പം അവർ വന്ന് വീട്ടിൽ വന്ന് പരാതി പറയുകയാണ്, ഇവളെൻ്റെ മോളെ ഇടിച്ച് കൈ പിടിച്ച് തിരിച്ച് എന്നൊക്കെ പറയുകയാണ്. അപ്പം ആയ പറയുന്നുണ്ട്, ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്, ഇനി ചെയ്യത്തില്ല എന്ന് പറയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇത് എത്രാമത്തെ വെട്ടോ? ഇവളെന്താ ഇടിക്കാനും അടിക്കാനും മാത്രമാണോ പഠിപ്പിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇങ്ങനെ കളക്ടറിൻ്റെ മോളാണെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കാൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ ആയിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുവാണ്. അവസാനം അവർ പറയുകയാണ്, ഞാൻ ഈ കാര്യം മാഡത്തിനോട് പറയാം, നിങ്ങളിപ്പം മാഡം വരുമ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ച് വിടുകയാണ്. അതിനുശേഷം അവർ വന്ന് മോളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ കുട്ടിയെ ഇടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ കുട്ടി എൻ്റെ അച്ഛന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടതില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടിച്ചതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ല സങ്കടം വരുന്നുണ്ട്.